ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനൊരു നോർമൽ ഡേനെ പറ്റിയിട്ടാണ് കാണിക്കുന്നത്. ഡേ ഇൻ മൈ ലൈഫ് തന്നെയാണ്. അപ്പോൾ രാവിലെ തന്നെ ചായ ഇട്ടു. ഒരു ഗ്ലാസ് ചായ രാവിലെ തന്നെ കുടിച്ചിട്ടാണ് എല്ലാത്തിനും നിൽക്കൽ. അപ്പോൾ രാവിലെ തന്നെ മുറ്റടിക്കാമെന്നാണ് കരുതണത്. മുറ്റടിച്ച് തുടർത്തി പകുതി ആയപ്പോഴത്തേന് കുട്ടി എണീറ്റു. കുട്ടി എണീറ്റ് കുട്ടീനെ ഉറക്കി വന്നപ്പോഴത്തേന് ഭയങ്കര വെയിലാണ്. രാവിലത്തെ വെയിലൊന്നും സഹിക്കാൻ പറ്റണില്ല. അപ്പോൾ രാവിലെ വാപ്പ പൊറാട്ട കൊടുന്നിരുന്നു. ഒന്ന് വാപ്പാക്ക് ലീവാണ്. അപ്പോൾ പൊറാട്ട കൊടുന്നിരുന്നു. അത് കഴിച്ച് കഴിഞ്ഞ് കുട്ടിക്കുള്ള ഹോർലിക്സ് മുട്ടയാണ് കേട്ടോ പിന്നെ റെഡിയാക്കണത്. ചൂടുണ്ടെങ്കിലും ആൾ കുടിക്കും, ചൂടില്ലെങ്കിലും ആൾ കുടിക്കും. അപ്പോൾ ഞാൻ രാവിലെ തന്നെ ഉണ്ടാക്കി വെക്കാറാണ്. എന്നാൽ ഓൻ എപ്പോഴാണ് നീക്കണത് അപ്പോൾ കൊടുക്കാമെന്ന് എഴുതിയിട്ട് കുപ്പിയിലാണ് ആക്കൽ. കുറച്ചെണ്ണം കൊടുക്കുകയുള്ളൂ. അത് കഴിഞ്ഞ് എനിക്ക് ഭക്ഷണം കഴിക്കാൻ കൊടുക്കലാണ്. ഇന്നലെ വാപ്പ പുഴമീൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതാണ് ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത്. കുറേ തിരുമ്പാനും കഴുകാനും തോരിടാനും ഒക്കെ ഉണ്ട്. ഇന്നലത്തെ ചക്കയുടെ ബാക്കിയുണ്ട്. അത് പോക്കാൻ വെക്കണമെന്ന് കരുതിയിരിക്കുന്നു. ഇൻഷാ അല്ലാ. കുട്ടി ഇങ്ങനെ എണീറ്റിട്ടുണ്ട്. കുട്ടിക്ക് മുടുക കുറച്ചേ തിന്നുള്ളൂ. മുടുക എന്ന് പറഞ്ഞാൽ മുട്ട, ഞാൻ മുടുക എന്നാണ് പറയാറ് കേട്ടോ. പിന്നെ അടിക്കാനും തുടക്കാനും നിന്നു കേട്ടോ. ഓനെ ഇമ്മ നോക്കും. അപ്പോൾ ഓനക്ക് ഭക്ഷണം കൊടുക്കലൊക്കെ ഇമ്മയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് മീനിക്കുള്ള അരപ്പും കാര്യങ്ങളൊക്കെ റെഡിയാക്കുകയാണ്. ഒക്കെ ഞാൻ റെഡിയാക്കും, ഇപ്പം ഉമ്മ വെക്കും. അങ്ങനെയാണ് ചെയ്യൽ. ഓനെ നോക്കുമ്പോൾ ഞാൻ പണിയെടുക്കും, ഞാൻ നോക്കുമ്പോൾ ഇമ്മ പണിയെടുക്കും. അങ്ങനെയാണ് കേട്ടോ ചെയ്യാറ്. അപ്പോൾ ഉമ്മ ഇതാ മീൻ നന്നാക്കുകയാണ്. ഇമ്മ എന്നല്ല കേട്ടോ ഞാൻ ശരിക്കും വിളിക്കൽ, ഇമ്മു എന്നാണ്, സെൽമു എന്നാണ് കേട്ടോ പേര്. അപ്പോൾ എല്ലാവരും ഇവിടെ ഹസ്ബൻഡും ഇളച്ചന്മാരൊക്കെ ഇമ്മു എന്നാണ് വിളിക്കൽ. അതുകൊണ്ട് ഞാൻ ഇമ്മു എന്നാണ് വിളിക്കൽ. പിന്നെ ചെറുപ്പം മുതലേ കണ്ടു വളർന്ന ഒരാളായതുകൊണ്ട് ഇമ്മാന്ന് വിളിക്കാനൊക്കെ ഒരു മടി അങ്ങനെ. അപ്പോൾ മീൻകറി ആയിട്ടുണ്ട് കേട്ടോ. മീൻകറിയൊക്കെ അമ്മ വെക്കണത്. അപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്ത് പിടിച്ച് നിൽക്കുകയാണ്. കുട്ടി എപ്പോഴും ഒക്കത്തുണ്ട് കേട്ടോ. അങ്ങനെ മീൻകറി ആയി. പിന്നെ ചക്കക്കൂട്ടാൻ വെക്കുന്നുണ്ട് കേട്ടോ. ഇന്നലത്തെ ചക്ക ഇമ്മമ്മ മുറിച്ച് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്കുള്ള അരപ്പും കാര്യങ്ങളൊക്കെ റെഡിയാക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ചക്കക്കൂട്ടാനും മീൻകറിയാണ്. പുഴമീനായതുകൊണ്ട് ടേസ്റ്റ് ഒന്നുകൂടി കൂടും. അങ്ങനെ ചക്കക്കൂട്ടാനും റെഡി ആയിട്ടുണ്ട്. ചക്കക്കൂട്ടാൻ നല്ലോണം മിക്സാക്കി അടുപ്പത്തായതുകൊണ്ട് കൈ എടുക്കാതെ ഇളക്കണം. അപ്പോൾ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാൻ ഞാൻ കുറച്ച് ചക്കക്കൂട്ടാനും കറിയൊക്കെ എടുത്തിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ കഴിഞ്ഞ വീഡിയോയിലൊരു കമൻറ്റ് കണ്ടിരുന്നു, സൗണ്ട് കുറവാണ് എന്ന് പറഞ്ഞിട്ട്. ഞാൻ നോർമൽ സൗണ്ടിലാണ്. ഞാനിങ്ങനെ നിങ്ങൾ കേൾക്കാമെന്നൊന്നും എനിക്കറിയില്ലല്ലോ. ഇനി അടുത്ത വീഡിയോയിൽ ഈ വീഡിയോയിൽ തന്നെ ശരിയാക്കാൻ നോക്കാം ഇൻഷാ അല്ലാ. അത് കഴിഞ്ഞിട്ട് ഞാൻ ചോറും ചക്കക്കൂട്ടാനും മീൻകറിയും ജസ്റ്റ് നോക്കിയിട്ടു. പിന്നെ വൈകുന്നേരമൊക്കെ ആയപ്പോൾ കിണറിന്ന് മോട്ടർ അടിച്ച് കയറ്റുന്ന ടാങ്കി ഒന്ന് കഴുകുകയാണ് കേട്ടോ. ഇളയച്ചനാണ് കഴുകൽ. ചളിവെള്ളമാണ് വരുന്നത്. ഞങ്ങൾ കുടിക്കണ വെള്ളം ഇങ്ങനെ കളറ് മാറി വരാൻ തുടങ്ങിയിരുന്നു. അപ്പോൾ ജസ്റ്റ് ടാങ്കി ക്ലീൻ ആക്കാമെന്ന് കരുതിയതാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോസ്. അപ്പോൾ ഒക്കെ റെഡി ആയിട്ടുണ്ടെന്ന് കരുതണു. ഇൻഷാ അല്ലാ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ.